പെണ്ണിനെ നമ്പരുത്, പെണ്ണിനെ നമ്പരുത്, പെണ്ണിനെ നമ്പിയാൽ ഊമ്പന. ഇതൊരു തെറിയല്ല കേട്ടോ, ഇതൊരു പഴഞ്ചൊല്ല. ഇതറിയാവുന്നവർക്കൊക്കെ അറിയാം. എല്ലാവർക്കും ഈ പഴഞ്ചൊല്ല അറിയാവോന്നും എനിക്കറിയത്തില്ല. ഇനി ഞാൻ തെറി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വന്ന് കമൻസ് ഇടണ്ട. അപ്പൊ ഇതൊരു പഴഞ്ചൊല്ലാണ്. അനുഭവസ്ഥരായവർക്ക് അത് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. എല്ലാ പെണ്ണും അല്ല കേട്ടോ, ചില പെണ്ണുങ്ങൾ. ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു. ആ പോസ്റ്റിൽ പുരുഷന്മാരെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതിൽ ഒരുപാട് പേര് വന്നിട്ട് പറഞ്ഞത് സ്ത്രീകളും അങ്ങനല്ലേന്ന്. സ്ത്രീകൾ അങ്ങനല്ല, സത്യത്തിൽ സ്ത്രീകൾ അങ്ങനല്ല. സ്ത്രീകൾ അതുക്കും മേലെയാണ്. പണത്തെ പ്രേമിക്കുന്നവളാണ് എപ്പോഴും സ്ത്രീ. അവൾക്ക് എത്ര തന്നെ പണവും ആഡംബരവും സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും അതിലവൾ തൃപ്തയല്ല. ഭർത്താവിന്റെ സുഖമുണ്ടെങ്കിലും, ഭർത്താവിന്റെ പണം ഉണ്ടെങ്കിലും, ഭർത്താവിന്റെ ആശ്വാസങ്ങൾ ഉണ്ടായാലും അവൾ അതിൽ തൃപ്തയല്ല. അവള് അന്യപുരുഷന്മാരിലേക്കും പല സ്ത്രീകളും തൃപ്തി നേടി പോകാറുണ്ട്. അവിടെ ഏറ്റവും വലിയ ഒരു ആയുധം എന്താണെന്ന് വെച്ചാൽ, പുരുഷൻ ഒരു സ്ത്രീക്ക് വേണ്ടി എത്ര പണം വേണേലും എറിയും, എന്ത് സുഖ സൗകര്യങ്ങൾ വേണേലും അവക്ക് ഒരുക്കി കൊടുക്കും. പ്രത്യേകിച്ച് അന്യന്റെ ഭാര്യമാർക്ക്. അപ്പോൾ അന്യന്റെ ഭാര്യമാര് ഇതൊരു ആയുധമാക്കി, അല്ലെ അവിടെ വിജയത്തിലേക്കുള്ള വഴിയായിട്ട് അവളെ തെരഞ്ഞെടുത്തിട്ട് അവൾ അതിലേക്ക് ചെന്ന് അവനെ വശീകരിക്കും. ആ വശീകരണത്തിന്റെ ഫലം പലപ്പോഴും പുരുഷന്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാകപ്പിഴവ് വന്നാൽ സ്ത്രീ അത് നാലാളെ അറിയിക്കും, ചൂണ്ടിക്കാണിക്കും. പക്ഷെ ഒരു സ്ത്രീയുടെ ഭാഗത്ത് അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായാൽ ഒരു പുരുഷനും അങ്ങനെ പുറമെ അത് അറിയിക്കാറില്ല. ഒന്നുകിൽ അത് അവോയ്ഡ് ചെയ്യും, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ബന്ധമേ വേണ്ടാന്ന് വെക്കും. പക്ഷെ സ്ത്രീകൾ അങ്ങനല്ല. അവനെ എങ്ങനെയൊക്കെ മാനഭംഗം ചെയ്യാവോ, അങ്ങനെയൊക്കെ അവനെ നാറ്റിക്കാമോ, ആ തരത്തിലേക്കൊക്കെ സ്ത്രീകൾ പോകും. അത് പെണ്ണിന്റെ ഒരു ഹോബിയാണ്, ഒരു സന്തോഷമാണ്. അവനെ കൂടെ നിൽക്കുന്നവനെ, അത് ഭർത്താവായിക്കോട്ടെ മറ്റൊരു പുരുഷനായിക്കോട്ടെ, അവള് ചിന്തിക്കുന്നിടത്ത് അവൻ എത്തിയില്ല എന്നുണ്ടെങ്കിൽ അവനെ പിന്നെ വലിച്ചു കീറി ഒട്ടിക്കുക, ഇതാണ് അവിടെ ലക്ഷ്യം. അങ്ങനെയുള്ള സ്ത്രീകളും ഇങ്ങനെയുള്ള പുരുഷന്മാരും രണ്ടു തരം ആൾക്കാരും നമുക്കിടയിലുണ്ട്. അപ്പോൾ പുരുഷനേക്കായാലും ഒരു 10% കൂടുതൽ സ്ത്രീകൾ തന്നെയാണ് ഈ ഒരു ലെവലിൽ നിൽക്കുന്നത്. ഭർത്താവിന്റെ പണം അവക്ക് മതിയാകാത്തതും, ഭർത്താവിന്റെ സുഖം അവക്ക് മതിയാകാതെയും, ഭർത്താവ് തരുന്ന സുഖ സൗകര്യങ്ങൾ മതിയാകാതെയും വരുന്ന ചില ചേച്ചിമാരും കൊച്ചമ്മമാരുടെയും കഥകളാണ് ഞാൻ ഈ പറയുന്നത്. എല്ലാ സ്ത്രീകളെയും അങ്ങനെ കാണണ്ട എന്ന് നിങ്ങൾ പറയും. ഉറപ്പായിട്ടും എല്ലാ സ്ത്രീകളും അല്ല. ഭർത്താവിൻ്റെതായ വില കൊടുത്ത്, ഭർത്താവിൻ്റെതായ സന്തോഷങ്ങളിൽ, ഭർത്താവിന്റെ കുടുംബം, ഭർത്താവ്, മക്കള്, ഇതൊക്കെ ആയിട്ട് മാത്രം പോകുന്ന നല്ല സ്നേഹമുള്ള ചേച്ചിമാരും അമ്മമാരും ചേട്ടത്തിമാരും അനിയത്തിമാരും ഒക്കെ നമുക്കിടയിലുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പുരുഷനെ വശീകരിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. അപ്പൊ ഇന്നലത്തെ പോസ്റ്റിൽ ഞാൻ പറഞ്ഞിരുന്നു, അപ്പൊ സ്ത്രീക്ക് അതിൻ്റെതായ പുരുഷൻ എപ്പോഴും ഒന്നില് മാത്രമേ ഭ്രമിക്കുന്നുള്ളൂ. ഒരു പെണ്ണിന്റെ ശരീരത്തിൽ അല്ലെ പെണ്ണിന്റെ സുഖത്തിൽ മാത്രമേ പുരുഷൻ ഭ്രമിക്കുന്നുള്ളൂ. പക്ഷെ ഒരു പെണ്ണ് ഭ്രമിക്കുന്നത് അവന്റെ പണം, അവന്റെ സുഖ സൗകര്യങ്ങള്, അവന്റെ സുഖം, ഇതൊക്കെയാണ്. അവന്റെ കുടുംബം അവിടെ ആക്കണം. അതിനു വേണ്ടിയിട്ടൊക്കെയാണ് ഒരു പെണ്ണ് എപ്പോഴും ശ്രമിക്കുന്നത്. ഒരു പെണ്ണ് അതിനുവേണ്ടി ഒരുപെട്ട് ഇറങ്ങിയാൽ അത് നടക്കുകയും ചെയ്യും. നടന്നില്ലെങ്കിൽ അവനെ പച്ചയ്ക്ക് കത്തിക്കും, വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കും. അതുവരേക്കും അവൾ ശ്രമിക്കും. പെണ്ണിന് വാശി കൂടുതലാണ്. ഒട്ടുമിക്ക പുരുഷന്മാരെ ക്ഷമാശീലരാണ്. പക്ഷെ സ്ത്രീകള് എപ്പോഴും വയലന്റ് ആകുന്ന, അതായത് അവർക്ക് ക്ഷമ ഒട്ടുമില്ല. അവർക്ക് നേടാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ അവര് എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അപ്പൊ ഇത് ഞാനൊരു ചെറിയ അതിനെപ്പറ്റി ഒരു പോസ്റ്റ് ഇട്ടെന്നുള്ളതേ ഉള്ളു. പലർക്ക് പല അനുഭവങ്ങളായിരിക്കും. എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്കറിയാവുന്ന കുറേ കഥകൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ എന്നോട് ഓരോരുത്തർ ചോദിക്കും, നീ കുടുംബം തകർക്കാറില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ കുടുംബം തകർത്ത എത്ര പേരുണ്ടെന്ന് വെച്ചാൽ വരട്ടെ. അപ്പോൾ ഞാൻ കാരണം ആരെങ്കിലും കുടുംബം തകർന്നവരൊക്കെ ഒന്ന് നിരന്ന് വന്ന് കമന്റ് ഇടട്ടെ. അപ്പോൾ അതിനെ ഞാൻ പരിഹരിക്കാം. ഓക്കെ, ബൈ.